നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. കെയർ സ്റ്റാമറെയും ലേബർ സർക്കാരിനെ തിരുത്തുവാനും പാർട്ടിക്ക് കൂടുതൽ വിധേയരാക്കാനും നീക്കങ്ങളുമായി ലേബറിന്റെ പുതിയ ഡെപ്യൂട്ടി നേതാവ് ലൂസി പവൽ. മെയ് മാസം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോരാടുമ്പോൾ സർക്കാർ പാർട്ടി അംഗങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കണമെന്നും ലൂസി പവൽ. സമ്മർ ടൈം അവസാനിപ്പിച്ച് വിന്റർ ടൈമിന് തുടക്കമായതോടെ പുലർച്ചെ മുതൽ 1 മണിക്കൂർ പിന്നോട്ടായി യുകെയിലെയും യൂറോപ്പിലെയും സമയക്രമം. ഇതോടെ ഇന്ത്യയും യുകെയും തമ്മിലുള്ള സമയവ്യത്യാസം 5.5 മണിക്കൂറായി വർദ്ധിച്ചു. കാനഡയുടെ താരിഫ് വിരുദ്ധ പരസ്യത്തിന് പ്രതികാരമായി കാനഡയ്ക്ക് മേലുള്ള യുഎസ് താരിഫ് 10% വർദ്ധിപ്പിച്ച് ഡൊണാൾഡ് ട്രംപ്. താൻ യുഎസ് രാഷ്ട്രീയത്തിൽ നിന്നും വിരമിച്ചിട്ടില്ലെന്നും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരിക്കൽ കൂടി മത്സരിക്കുന്ന കാര്യം ആലോചിക്കുകയാണെന്നും കമല ഹാരിസ്. വൈറ്റ് ഹൌസിൽ അധികാരത്തിൽ ഒരു സ്ത്രീ ഉണ്ടാകുമെന്ന് തനിക്ക് ഉറപ്പാണെന്നും കമല ഹാരിസ്. അയർലൻഡിന്റെ പുതിയ പ്രസിഡന്റായി സ്വന്തം സ്ഥാനാർത്ഥിയായ കാതറിൻ കൊണോളി തിരഞ്ഞെടുക്കപ്പെട്ടു. എതിരാളിയായ ഭരണകക്ഷി സ്ഥാനാർത്ഥി ആകെ നേടിയ വോട്ടുകളുടെ ഇരട്ടിയിലധികമാണ് കാതറിൻ കൊണോളി നേടിയത്. യുഎസും ചൈനയും തമ്മിലുള്ള വാണിജ്യ സംഘർഷം വഷളാകുന്നത് തടയാനും ട്രംപും ഷീ ജിൻപിങ്ങും കൂടിക്കാഴ്ച നടത്താൻ വഴിയൊരുക്കാൻ ലക്ഷ്യമിട്ട് മലേഷ്യയിൽ തകൃതിയായ ചർച്ചകൾ. ജാർഖണ്ഡിൽ സർക്കാർ ആശുപത്രിയിൽ നിന്നും രക്തം സ്വീകരിച്ച 5 കുട്ടികൾക്ക് HIV രോഗബാധ. ശബരിമലയിലെ വാതിൽപ്പാടുകളിൽ സ്വർണം പൂശിയത് താൻ സ്പോൺസർ ചെയ്തതെന്ന് ബെലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ മൊഴി. സ്പോൺസർഷിപ്പിന്റെ രേഖകൾ ദേവസ്വം ബോർഡ് നൽകിയതൊപ്പം സന്നിധാനത്തെത്തി ദേവസ്വം അംഗങ്ങളെ കണ്ട് ചർച്ച നടത്തിയതായും ഗോവർദ്ധന്റെ മൊഴി. അപ്പൻഡിസൈറ്റിസ് വേദന സഹിച്ച് സംസ്ഥാന സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച കോഴിക്കോട്ടെ കായിക താരം ദേവാനന്ദ ബി ബിജുവിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വീട് വെച്ച് നൽകും. മന്ത്രി ശിവൻകുട്ടി താരത്തെ നേരിൽ കണ്ട അറിയിച്ചതാണ് ഇക്കാര്യം. കേരള സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിനെ വീട് നിർമ്മിക്കാനായി ചുമതലപ്പെടുത്തി. അപ്രപാളികളിൽ ആവേശം നടത്താൻ അച്ചൂട്ടി വീണ്ടും എത്തുന്നു. 33 വർഷം ശേഷം 4K ദൃശ്യവിരുന്നുമായി അമരം നവംബർ 7 കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. വാർത്തകൾ വിശദമായി. കെയർ സ്റ്റാമറിനെയും ലേബർ സർക്കാരിനെയും തിരുത്തുവാനും പാർട്ടിക്ക് കൂടുതൽ വിധേയരാക്കാനും നീക്കങ്ങൾ തുടങ്ങി ലേബറിന്റെ പുതിയ ഡെപ്യൂട്ടി നേതാവ് ലൂസി പവൽ. അടുത്ത മെയ് മാസത്തിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സർക്കാർ പാർട്ടി അംഗങ്ങൾക്ക് പറയാനുള്ളത് ശ്രദ്ധിക്കണമെന്നും ലൂസി പവൽ ആവശ്യപ്പെട്ടു. പാർട്ടിയുടെ തലപ്പത്തുള്ളവർ തങ്ങളുടെ ശബ്ദം കേൾക്കണമെന്ന് പാർട്ടി മെമ്പർമാർ ആഗ്രഹിക്കുന്നതായി ലൂസി പവൽ പറഞ്ഞു. ശനിയാഴ്ച നടന്ന ഡെപ്യൂട്ടി നേതൃത്വ മത്സരത്തിൽ വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രിജിറ്റ് ഫിലിപ്സിനെയാണ് പവൽ പരാജയപ്പെടുത്തിയത്. കെയർ സ്റ്റാമറുടെ മന്ത്രിസഭയിൽ നിന്നും സെപ്റ്റംബറിൽ ലൂസി പവലിനെ പുറത്താക്കിയിരുന്നു. പാർട്ടിയുടെ ദിശയെക്കുറിച്ച് കൂടുതൽ തുറന്നു സംസാരിക്കാനായി സർക്കാർ റോളിലേക്ക് തിരിച്ചു വരാൻ താൻ വിസമ്മതിക്കുകയാണെന്നും അവർ വ്യക്തമാക്കി. ഇന്ന് പുലർച്ചെ 2 മണി മുതൽ യുകെയിലെയും യൂറോപ്പിലെയും സമ്മർ ടൈം അവസാനിച്ച് വിന്റർ ടൈമിന് തുടക്കമായി. ഇതോടെ യുകെയിലെ സമയക്രമം 1 മണിക്കൂർ പിന്നോട്ട് മാറി. ഇതോടെ ഇന്ത്യയും യുകെയും തമ്മിലുള്ള സമയവ്യത്യാസം 5.5 മണിക്കൂറായി വർദ്ധിച്ചു. വിന്ററിന് മുന്നോടിയായി ഒക്ടോബറിലെ അവസാനത്തെ ഞായറാഴ്ചയും സമ്മറിന് മുന്നോടിയായി മാർച്ചിലെ അവസാനത്തെ ഞായറാഴ്ചയുമാണ് ബ്രിട്ടനിൽ സമയ മാറ്റമുണ്ടാകുന്നത്. പകൽ വെളിച്ചം പരമാവധി ഉപയോഗിക്കുന്നതിനായും ജനങ്ങളുടെ പ്രവർത്തനശേഷി മെച്ചപ്പെടുത്താനുമാണ് സമയക്രമ മാറ്റം ബ്രിട്ടനിൽ നടപ്പാക്കി വരുന്നത്. സമയമാറ്റം ജനങ്ങളുടെ ജീവിത രീതിയിൽ സാരമായ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെന്നും സൂചനയുണ്ട്. ഇനിയുള്ള അടുത്ത വർഷം മാർച്ച് അവസാന ഞായറാഴ്ച പുലർച്ചെ 1 മണിക്കാകും അടുത്ത സമയക്രമത്തിൽ മാറ്റം വരിക. കാനഡയുടെ താരിഫ് വിരുദ്ധ പരസ്യത്തിന് പ്രതികാരമായി കാനഡയുടെ മേലുള്ള യുഎസ് താരിഫ് 10% വർദ്ധിപ്പിക്കുന്നതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു. ഈ പരസ്യ വിഷയം ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിത്തങ്ങളിലൊന്നായ അമേരിക്കയും കാനഡയും ഒരുപോലെയാണ് സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നത്. സ്വതന്ത്ര വ്യാപാരത്തിനുള്ള റൊണാൾഡ് റീഗന്റെ പിന്തുണ പരാമർശിക്കുകയും യുഎസ് പ്രസിഡന്റ് രോഷത്തിന് പാത്രമാവുകയും ചെയ്ത പരസ്യത്തെ ചൊല്ലി യുഎസ് ഭരണകൂടത്തിന്റെ രോഷത്തിൽ കാനഡ ആ പരസ്യം പിൻവലിക്കുകയും ചെയ്തു. ഇപ്പോൾ അമേരിക്കയുടെ പണി കാനഡയ്ക്കും കിട്ടിയിരിക്കുകയാണ്. അമേരിക്കയുടെ പ്രധാന വ്യാപാര പങ്കാളികളിൽ ഒരാളായ കാനഡയുമായുള്ള ബന്ധത്തിൽ കനത്ത വിള്ളലാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതും മുൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗന്റെ പേരിലുള്ള ഒരു പരസ്യത്തിന്റെ പേര്. അങ്ങനെ ഡൊണാൾഡ് ട്രംപ് എന്ത് ചെയ്തു? ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് റീഗന്റെ ശബ്ദവും വീഡിയോയും ഉപയോഗിച്ച് ഒരു അനുമതിയും വാങ്ങാതെ നിർമ്മിച്ച ആ താരിഫ് വിരുദ്ധ പരസ്യവുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്ന് കാനഡയുമായുള്ള എല്ലാത്തരം വ്യാപാര ചർച്ചകളും നിർത്തിവെക്കുന്നതായിട്ടാണ്. കാനഡയും മെക്സിക്കോയും അമേരിക്കയും ചേർന്ന് ഒരു സംയുക്ത കരാർ വീണ്ടും പുനഃപരിശോധിക്കാനിരിക്കവെയാണ് ഈ ഒരു ട്രംപിന്റെ പ്രഖ്യാപനം. ട്രംപ് അതിലും ഒരു പടി കൂടി കടന്ന് പ്രവർത്തിച്ചു. കാനഡയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 10% അധിക നികുതി കൂടി അടിച്ചു കൊടുത്തു. നിലവിൽ കാനഡയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 35% തീരുവയാണ് ട്രംപ് ചുമത്തിയിരിക്കുന്നത്. ഇതിനോടൊപ്പം ലോഹ ഉൽപ്പന്നങ്ങൾക്ക് 50%വും കാനഡയിൽ നിർമ്മിക്കുന്ന വാഹനങ്ങൾക്ക് 25% തീരുവ ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. ഇതിനെല്ലാം കൂടി പുറമെ ഒരു 10% കൂടിയാണ് ട്രംപ് ഈ ഒരു തന്റെ താരിഫ് വിരുദ്ധ പരസ്യത്തിന് പേരിൽ കാനഡയ്ക്ക് കൊടുത്തിരിക്കുന്ന ശിക്ഷ. കാനഡയുടെ കയറ്റുമതിയുടെ ഭൂരിഭാഗവും അമേരിക്കയിലേക്ക് തന്നെയാണ്.
പ്രത്യേകിച്ച് ഒന്റാറിയോയാണ് അമേരിക്കയിലേക്കുള്ള വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുന്നത്. തീരുവകൾ എത്ര കൂട്ടിയാലും അത് ആദ്യം ബാധിക്കുന്നത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയും പിന്നെ വടക്കേ അമേരിക്കയുമാണ്. അതിലൊരു സംശയവുമില്ല. പക്ഷേ ട്രംപിന്റെ സ്ഥിരം വിനോദമാണ് തനിക്കിഷ്ടമില്ലാത്ത രാജ്യങ്ങളുടെ മേൽ, തങ്ങളെ എതിർക്കുന്ന രാജ്യങ്ങളുടെ മേൽ അധിക തീരുവ അങ്ങ് ചുമത്തുക. കാരണം എന്തായാലും ഈ രാജ്യങ്ങളൊക്കെ അമേരിക്കയിലേക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കയറ്റുമതി നടത്തുന്നുണ്ട്. താൻ US രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറിയിട്ടില്ലെന്നും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരിക്കൽ കൂടി മത്സരിക്കുന്ന കാര്യം പരിഗണിക്കുകയാണെന്നും മുൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് അഭിപ്രായപ്പെട്ടു. വോട്ടെടുപ്പിൽ വളരെ പിന്നിലാണെന്നെങ്കിലും 2028 വൈറ്റ് ഹൗസിലേക്ക് വീണ്ടും മത്സരിക്കുമെന്നും വൈറ്റ് ഹൗസിൽ ഒരു സ്ത്രീയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി. തീർച്ചയായും താൻ അടുത്ത പ്രസിഡന്റാകുമെന്നാണ് BBC-ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ കമല ഹാരിസ് പറഞ്ഞത്. തന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചിട്ടില്ലെന്നും എന്നാൽ ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ലെന്നും പക്ഷെ ഒടുവിൽ ആ തീരുമാനം ഉണ്ടാകുമെന്നും കമല ഹാരിസ് പറയുന്നു. ഗാസയിലെ സമാധാന പ്രവർത്തനങ്ങൾക്കായി ഖത്തർ സേനയെ അയക്കാൻ സന്നദ്ധമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഖത്തറിന്റെ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി ദോഹയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപ് ഈ പ്രസ്താവന നടത്തിയത്. ഖത്തറിനെ മികച്ച സഖ്യകക്ഷിയായും പ്രാദേശിക സ്ഥിരതയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന രാഷ്ട്രമായും ട്രംപ് പ്രശംസിച്ചു. ഗാസയെ സ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും അവിടേക്കൊരു അന്താരാഷ്ട്ര സേനയെ ഉടൻ വിന്യസിക്കുമെന്നും ട്രംപ് ഉറപ്പു നൽകി. ട്രംപിന്റെ എയർഫോഴ്സ് 1 വിമാനത്തിന്റെ ഇന്ധനം നിറയ്ക്കാൻ ദോഹയിൽ നിർത്തിയ വേളയിലാണ് കൂടിക്കാഴ്ച നടന്നത്. അയർലൻഡിന്റെ പുതിയ പ്രസിഡന്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ കാതറിൻ കൊണോളിക്ക് നാടകീയ വിജയം. എതിരാളിയായ ഭരണകക്ഷി സ്ഥാനാർത്ഥി ആകെ നേടിയ വോട്ടുകളുടെ ഇരട്ടിയിലധികം നേടിയാണ് 68-കാരിയായ മുൻ അഭിഭാഷകയും ഗോൾവേ സ്വദേശിനിയുമായ കാതറിൻ കൊണോളി വിജയിച്ചത്. ഫസ്റ്റ് പ്രിഫറൻസ് വോട്ടുകളിൽ 63% വോട്ട് നേടിയവർ ഭൂരിപക്ഷ വിജയം ഉറപ്പിച്ചപ്പോൾ ഭരണകക്ഷി സ്ഥാനാർത്ഥിക്ക് വെറും 29% വോട്ടേ ലഭിച്ചുള്ളൂ. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിച്ചെത്തിയ കാതറിൻ കൊണോളി 9,14,143 വോട്ടുകൾ നേടി. 2,13,738 വോട്ടുകൾ അസാധുവാക്കി ഐറിഷ് പൊതുസമൂഹം ഭരണകക്ഷിയോടുള്ള അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. ഭരണകക്ഷി സ്ഥാനാർത്ഥിയെ മത്സരിച്ച ഹെദർ ഹംഫ്രീസിന് 4,24,987 വോട്ടുകൾ മാത്രമേ ലഭിച്ചുള്ളൂ. മത്സരരംഗത്ത് നിന്നും ഇടയ്ക്ക് പിന്മാറിയ ജിം കാവിന് 1,00,000-ൽ പരം വോട്ടുകളാണ് ലഭിച്ചത്. 1/4 നൂറ്റാണ്ട് മുമ്പ് നിർത്തലാക്കിയ ഡെറി ടു ഡബ്ലിൻ വിമാന സർവീസുകൾ അടുത്ത വർഷം മുതൽ ആരംഭിക്കാൻ തീരുമാനമെടുത്ത് അയർലൻഡ്. സിറ്റി ഓഫ് ഡെറി വിമാനത്താവളത്തിനും ഡബ്ലിനും ഇടയിലുള്ള സർവീസ് 2011 നിർത്തലാക്കിയത്. ബജറ്റിലാണ് ഈ പുതിയ പ്രഖ്യാപനം വന്നത്. പബ്ലിക് എക്സ്പെൻഡിച്ചർ മന്ത്രി ജാക്ക് ചേമ്പേഴ്സും ഇക്കാര്യം സ്ഥിരീകരിച്ചു. 2016 സേവനം പുനരാരംഭിക്കാനുള്ള ശ്രമം ബ്രെക്സിറ്റ് റഫറൻഡത്തെ തുടർന്ന് പരാജയപ്പെട്ടിരുന്നു. അടുത്ത വർഷത്തെ സർവീസുകളിൽ പുതിയ ഡബ്ലിൻ ഡെറി എയർലൈൻ ഉണ്ടാകുമെന്നും ചേമ്പേഴ്സ് ഉറപ്പു നൽകി. വിമാന സർവീസുകൾ പുനരാരംഭിക്കാനുള്ള പ്രഖ്യാപനത്തെ സിറ്റി ഓഫ് ഡെറി എയർപോർട്ട് അടക്കം വിവിധ മേഖലയിലുള്ളവരും ട്രാവൽ ഏജന്റുമാരും സ്വാഗതം ചെയ്തു. US-ഉം ചൈനയും തമ്മിലുള്ള വാണിജ്യ സംഘർഷം വഷളാക്കുന്നത് തടയാനും ട്രംപും ഷീ ജിൻപിങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ച യാഥാർത്ഥ്യമാക്കാനും ലക്ഷ്യമിട്ട് മലേഷ്യയിൽ തിരക്കേറിയ ചർച്ചകൾക്ക് തുടക്കമിട്ടു. നീക്കങ്ങളിൽ പ്രത്യാശയുണ്ടെന്ന് ഇരു വിഭാഗവും അറിയിച്ചു. ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഏഷ്യൻ പര്യടനത്തിന് പുറപ്പെട്ട ഡൊണാൾഡ് ട്രംപ് US-ന്റെ സോയാബീൻ വാങ്ങുന്നതിൽ നിന്നും ചൈന പിൻവാങ്ങിയതിനെ തുടർന്നുണ്ടായ കർഷകരുടെ പ്രശ്നങ്ങളും ചൈന അവകാശപ്പെടുന്ന തായ്വാന്റെ കാര്യങ്ങളും ചർച്ചാ വിഷയങ്ങളിൽ ഉൾപ്പെടുമെന്ന് ചൂണ്ടിക്കാട്ടി. ഹോങ്കോങ്ങിലെ മാധ്യമ ധനികൻ ജിമ്മി ലൈലയെ മോചിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും ട്രംപ് ചൂണ്ടിക്കാട്ടി. പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി തനിക്ക് ചർച്ച ചെയ്യാൻ കാര്യങ്ങൾ ഒരുപാടുണ്ടെന്നും നല്ലൊരു കൂടിക്കാഴ്ചയാകും അതെന്നും ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അടുത്തയാഴ്ച ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന ഏഷ്യ പസഫിക് ഇക്കണോമിക് കോർപ്പറേഷൻ ഉച്ചകോടിയുടെ വേളയിൽ ട്രംപ് ഷീ കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കുകയാണ് ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യം. വൈറ്റ് ഹൗസിന്റെ ഈസ്റ്റ് വിംഗ് അടിയന്തരമായി പൊളിച്ചു നീക്കിയത് ഫെഡറൽ നിയമലംഘനമെന്ന് ആരോപണമുയർന്നു. വാഷിംഗ്ടൺ DC-യിലെ ഫെഡറൽ കെട്ടിട നിർമ്മാണങ്ങൾക്കും പൊളിക്കൽ പ്രവർത്തനങ്ങൾക്കും അനുമതി നൽകേണ്ട നാഷണൽ ക്യാപിറ്റൽ പ്ലാനിംഗ് കമ്മീഷന്റെ അനുമതി ലഭിക്കാതെയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെന്നാണ് ആരോപണം. ഈ അനുമതി പ്രക്രിയ ഫെഡറൽ നിയമപ്രകാരമുള്ള നിർബന്ധമായ നടപടിയാണെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ പ്രസിഡന്റ് ട്രംപ് നിയമിച്ച അംഗങ്ങൾ തന്നെയാണ് നാഷണൽ പ്ലാനിംഗ് കമ്മീഷനെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവർത്തനം നിർത്താനുള്ള ഭരണപരമായോ നിയമപരമായോ ഉള്ള മാർഗം നിലവിലില്ലെന്ന് മുൻ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കി. ബ്രിട്ടനിൽ ഡിമെൻഷ്യ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അത് കണ്ടെത്താൻ സാധിക്കുന്ന പുതിയ പരിശോധനകൾ NHS-ൽ 4 വർഷത്തിനുള്ളിൽ ലഭ്യമാകുമെന്ന് സർക്കാർ വ്യക്തമാക്കി. ഇതിനായുള്ള ഗവേഷണങ്ങൾക്ക് 5 മില്യൺ പൗണ്ട് അനുവദിച്ചു. പുതിയ ചികിത്സാ രീതിയിലൂടെ രോഗികൾക്ക് നേരത്തെ ഡയഗ്നോസ് നടത്താനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും ആരോഗ്യ വ്യവസ്ഥയിലുള്ള സമ്മർദ്ദം കുറയ്ക്കുകയുമാണ് ലക്ഷ്യം. കേംബ്രിഡ്ജിലെ UK ഡിമെൻഷ്യ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സന്ദർശനത്തിനിടെ ശാസ്ത്രമന്ത്രി ലോർഡ് വാലൻസം, ആരോഗ്യമന്ത്രി സുബിർ അഹമ്മദ് എന്നിവരാണ് ഈ പുതിയ ഫണ്ടിംഗ് പ്രഖ്യാപിച്ചത്. ഡിമെൻഷ്യ മുൻകൂട്ടി തിരിച്ചറിയുന്നതിൽ ശാസ്ത്രജ്ഞർ വലിയ പുരോഗതി എത്തിയിട്ടുണ്ട്. രക്തപരിശോധനകളിലൂടെയും മറ്റു മാർഗങ്ങളിലൂടെയും ഡിമെൻഷ്യയുമായി ബന്ധപ്പെട്ട
പ്രോട്ടീനുകളുടെ നിലവാരം കണ്ടെത്താനാകുമെന്ന് ലോർഡ് വാലൻസ്. കഴിഞ്ഞ വർഷത്തെ മാരകമായ വെള്ളപ്പൊക്കത്തിന്റെ 1ാം വാർഷികത്തിൽ ശനിയാഴ്ച 50,000-ലധികം പേരാണ് ദുരന്തത്തിൽപ്പെട്ട ഇരകളുടെ ചിത്രങ്ങളുമായി സ്പെയിന്റെ കിഴക്കൻ നഗരമായ വലൻസിയയിൽ പ്രക്ഷോഭത്തിനിറങ്ങിയത്. ദുരന്തത്തെ അധികാരികൾ ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നതിൽ ഏറെ അലംഭാവമുണ്ടെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. പതിറ്റാണ്ടുകളായി യൂറോപ്പിലെ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തമായ ഈ സംഭവത്തിനോടുള്ള മന്ദഗതിയിലെ പ്രതികരണത്തിൽ പ്രതിഷേധിച്ച് പ്രാദേശിക നേതാവ് കാർലോസ് മാസോൺ രാജിവെക്കണമെന്നും പ്രകടനക്കാർ ആവശ്യപ്പെട്ടു. സിർക്രിക്കിനടുത്ത് ഇന്ത്യ സംയുക്ത സൈനികാഭ്യാസം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തങ്ങളുടെ വ്യോമ അതിർത്തികൾ അടച്ചുപൂട്ടി പാകിസ്ഥാനും. മധ്യതെക്കൻ വ്യോമപാതയിൽ ജാഗ്രതാ നിർദ്ദേശവും പാകിസ്ഥാൻ പുറപ്പെടുവിച്ചു. ഈ മാസം 28, 29 തീയതികളിലാണ് പാകിസ്ഥാൻ വൈമാനികർക്കായി നോട്ടാം പുറപ്പെടുവിച്ചിരിക്കുന്നത്. പാക് അതിർത്തിക്കരികെ ഒക്ടോബർ 30 മുതൽ നവംബർ 10 വരെയാണ് സംയുക്ത സേനാഭ്യാസത്തിന് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. തൃശൂലം വരുന്നേ എന്നറിഞ്ഞതോടെ കുരുട്ട് പാകിസ്ഥാനികൾക്ക് മുട്ടിടി വാട്ടർ സപ്ലൈയും ആരംഭിച്ചിട്ടുണ്ട്. സദേൺ എയർ കമാൻഡിൽ നിന്നുള്ള വീരന്മാർ വരികയാണ് സിർക്രിക്കിലേക്ക്. അവിടെ കുറെ സ്ഥലം കെട്ടിത്തിരിച്ചിട്ടുണ്ട് അവർക്കായി. അതിനിപ്പുറത്തേക്ക് ഒരു ആയുധ ലക്ഷ്യവും കടന്നെത്തരുത്. അപ്പുറത്തേക്ക് പാക് അതിർത്തിയിൽ എത്ര വേണമെങ്കിലും പരീക്ഷണമാകാമെന്നാണ് ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവിയുടെ നിർദ്ദേശം. അതവർ കൃത്യമായി നടപ്പാക്കിയുമിരിക്കും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ഇന്ത്യയുടെ അടുത്ത സൈനിക കരുത്ത് തെളിയിക്കലാകും തൃശൂൽ അഭ്യാസം. അതെ, ഇന്ത്യ സിർക്രിക്കിനടുത്ത് സംയുക്ത സൈനികാഭ്യാസം പ്രഖ്യാപിച്ചതിന് പിന്നാലെ വ്യോമാതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കി നെട്ടോട്ടമോടുകയാണ് പാകിസ്ഥാൻ. മധ്യ തെക്കൻ വ്യോമപാതയിൽ ജാഗ്രതാ നിർദ്ദേശവും പാകിസ്ഥാൻ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഈ മാസം 28, 29 തീയതികളിലാണ് വൈമാനികർക്കായി പാകിസ്ഥാൻ നോട്ടാം പ്രഖ്യാപിച്ചത്. അതിർത്തിയിലെ ഇന്ത്യയുടെ നടപടി കേവലം ഒരു സൈനികാഭ്യാസം മാത്രമായിരിക്കില്ല, മറിച്ച് തൃശൂർ ഒരു ആയുധ പരീക്ഷണം കൂടിയാകാമെന്ന് പാകിസ്ഥാന് നന്നായി അറിയാം. ലോക ചരിത്രത്തിൽ സ്വന്തം രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ധീര രക്തസാക്ഷിത്വം വഹിച്ച ഇന്ദിരാജി തന്റെ ഓരോ തുള്ളിച്ചോരയും ഇന്ത്യക്ക് വേണ്ടി ശക്തിയും ഊർജ്ജവും നൽകാൻ പകർന്നു നൽകിയതായി UK-യിൽ സന്ദർശനം തുടരുന്ന ഇരിക്കൂർ MLA സജി ജോസഫ്. IOC കേരള ചാപ്റ്റർ ഇപ്സിച്ച് റീജിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇന്ദിരാജി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സജി ജോസഫ്. ഇപ്സിച്ചിലെ സെന്റ് ജെയിംസ് ചർച്ചാളിൽ ടോമി മളവളൻ അച്ഛൻ ഇന്ദിരാജിയുമായുള്ള തന്റെ ഓർമ്മകൾ പങ്കുവച്ചു. ഇന്ദിരാ പ്രിയദർശിനിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്താൻ സ്ത്രീകളും നിരവധി കുട്ടികളും എത്തിയിരുന്നു. റീജിയന്റെ മുൻ പ്രസിഡന്റും നാഷണൽ കമ്മിറ്റി അംഗവും സജീവ പ്രവർത്തകനുമായ KG ജയരാജ് ഇന്ദിരാഗാന്ധിയെ അനുസ്മരിച്ച് സംസാരിച്ചത് ഹൃദ്യമായി. റീജിയൻ പ്രസിഡന്റ് ബാബു മങ്കുഴിയിൽ, റീജിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് CP സൈജേഷ്, റീജിയൻ വൈസ് പ്രസിഡന്റ് നിഷ ജിരീഷ്, ജിജോ സെബാസ്റ്റ്യൻ, ട്രഷറർ ജിൻസ് തിർത്തിയിൽ, നാഷണൽ ജോയിന്റ് സെക്രട്ടറി വിഷ്ണു പ്രതാപ്, കമ്മിറ്റി അംഗങ്ങളായ ജിനീഷ് ലൂക്ക, ജോൺസൺ സെറീഖ്, നിഷ ജയരാജ്, ബിജു ജോൺ മൊബിലേഷ്, മുരളീധരൻ തുടങ്ങിയവർ അനുസ്മരണ ചടങ്ങിന് നേതൃത്വം വഹിച്ചു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 116.87 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 87.82 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 102.09 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.33 US ഡോളർ, ഒരു കനഡിയൻ ഡോളർ 62.74 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. വീണ്ടും വാർത്തകളിലേക്ക്. ഇന്ത്യ ഹൈലൈറ്റ്സ്. ജാർഖണ്ഡിൽ സർക്കാർ ആശുപത്രിയിൽ നിന്നും രക്തം സ്വീകരിച്ച 5 കുട്ടികൾക്ക് HIV രോഗബാധ എന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. സിംഗ്പൂർ ജില്ലയിലെ സർദാർ സർക്കാർ ആശുപത്രിയിലാണ് ഈ ഗുരുതര വീഴ്ച. ജനിതക രോഗം ബാധിച്ച കുട്ടികൾക്കാണ് HIV പോസിറ്റീവ് കണ്ടെത്തിയത്. ചൈബാസ സദർ ആശുപത്രിയിൽ ബ്ലഡ് ബാങ്കിൽ നിന്നും രക്തം സ്വീകരിച്ചവർക്കാണ് രോഗബാധയുണ്ടായത്. തലസീമിയ രോഗബാധിതനായ 7 വയസ്സുകാരാണ് ആദ്യം HIV ബാധ കണ്ടെത്തിയത്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് 4 കുട്ടികൾ കൂടി HIV ബാധയുണ്ടെന്ന് കണ്ടെത്തിയത്. ആന്ധ്രാപ്രദേശിലെ കുർണൂരിൽ ഉണ്ടായ ബസ് അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചത് സ്മാർട്ട് ഫോണുകളെന്ന് വിലയിരുത്തൽ. ഫോറൻസിക് വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ 234 സ്മാർട്ട് ഫോണുകളുടെ അവശിഷ്ടമാണ് കണ്ടെടുത്തത്. ഈ ഫോണുകളുടെ ബാറ്ററികൾ എല്ലാം കൂടി പൊട്ടിത്തെറിച്ചതാണ് അപകടത്തിന്റെ ആഘാതം കൂട്ടിയതെന്നാണ് വിലയിരുത്തൽ. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള വ്യവസായി മംഗനാഥാണ് 46 ലക്ഷം മതിക്കുന്ന 243 സ്മാർട്ട് ഫോണുകൾ ബംഗളൂരുവിലെ ഇ-കൊമേഴ്സ് കമ്പനിയിലേക്ക് കയറ്റി അയച്ചത്. സ്മാർട്ട് ഫോണിൽ അടങ്ങിയ ലഗേജ് ബസ്സിലുണ്ടായിരുന്നു. സ്മാർട്ട് ഫോണുകളിലെ ബാറ്ററികൾ പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ ബസ്സിലെ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ബാറ്ററികളും പൊട്ടിത്തെറിച്ചതായി ആന്ധ്ര ഫയർ സർവീസസ് വിഭാഗം ഡയറക്ടർ ജനറൽ P. വെങ്കട്ടരാമൻ പറഞ്ഞു. ഇതും അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു. ചൂട് കൂടുതലായിരുന്നതിനാൽ ബസിന്റെ താഴെയുണ്ടായിരുന്ന അലുമിനിയം ഷീറ്റുകൾ ഉരുകിപ്പോയതായും P. വെങ്കട്ടരാമൻ പറഞ്ഞു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ താരപ്രചാരകരുടെ പട്ടിക പുറത്തുവിട്ട് സമാജ്വാദി പാർട്ടി.
പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, മുതിർന്ന നേതാവ് ആസം ഖാൻ, ഡിംപിൾ യാദവ് തുടങ്ങിയ പ്രചരണത്തിനായി ബീഹാറിലെത്തും. കഴിഞ്ഞ ദിവസമാണ് 20 താരപ്രചാരകരുടെ പട്ടിക സമാജ്വാദി പാർട്ടി പുറത്തുവിട്ടത്. എന്നാൽ മുതിർന്ന നേതാക്കളായ രാംഗോപാൽ യാദവിനെയും ശിവപാൽ യാദവിനെയും താരപ്രചാരകരിൽ ഉൾപ്പെടുത്താത്തതിൽ പാർട്ടിക്കുള്ളിൽ മുറുമുറുപ്പ് ഉയരുന്നു. ഇനി കേരള ഹൈലൈറ്റ്സ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി ലക്ഷംവീട് കോളനി ഭാഗത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ അതിശക്തമായ മണ്ണിടിച്ചിലിൽ പെട്ട ഒരാൾ മരിച്ചു. വീട് തകർന്ന് സിമന്റ് സ്ലാബുകൾക്കടിയിൽപ്പെട്ട നെടുമ്പള്ളക്കുഴി ബിജുവാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ബിജുവിന്റെ ഭാര്യ സാന്ധ്യയെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് മാറ്റി. മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ ബിജുവിനെയും സന്ധ്യയും പുറത്തെത്തിക്കാൻ 5 മണിക്കൂറിലേറെ നീണ്ട രക്ഷാപ്രവർത്തനമാണ് നടത്തിയത്. മണ്ണിനടിയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു സന്ധ്യയെ കണ്ടെത്തിയത്. ശ്വാസതടസ്സം ഉണ്ടായിരുന്നെങ്കിലും വിളിച്ചാൽ പ്രതികരിക്കുമായിരുന്നെന്ന് രക്ഷാപ്രവർത്തകർ പറഞ്ഞു. തിരച്ചിലിന് ഫയർഫോഴ്സും പോലീസും NDRF നേതൃത്വം നൽകി. ശബരിമലയിലെ വാതിൽപ്പാളികളിൽ പൂശിയത് താൻ സ്പോൺസർ ചെയ്ത സ്വർണമാണെന്ന് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ മൊഴി. സ്പോൺസർഷിപ്പിന്റെ രേഖകൾ ദേവസ്വം ബോർഡിന് നൽകുന്നതിനൊപ്പം സന്നിധാനത്തെത്തി ദേവസ്വം ബോർഡ് അംഗങ്ങളെയും കണ്ടതായാണ് ഗോവർദ്ധൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. എന്നാൽ ഔദ്യോഗിക രേഖകൾ പുറത്തു വന്നപ്പോൾ സ്പോൺസറുടെ പേരിന്റെ സ്ഥാനത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്നായി. സ്വർണം പൂശാനുള്ളത് നിയോഗമായി കരുതിയതിനാൽ കാര്യമാക്കിയില്ലെന്നും ഗോവർദ്ധൻ SITക്ക് മൊഴി നൽകി. ഗോവർദ്ധനെ കേസിൽ മാപ്പ് സാക്ഷിയാക്കുന്നതിനായി SIT നിയമോപദേശം തേടി. ശബരിമലയിൽ നിന്നും സ്വർണം കടത്തിയ ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി അത് ഗോവർദ്ധനാണ് വിറ്റത്. ഇത് ശബരിമലയിലെ സ്വർണമെന്ന് അറിഞ്ഞില്ലെന്നാണ് ഗോവർദ്ധൻ SITക്ക് നൽകിയിരിക്കുന്ന മൊഴി. ലൈംഗിക അതിക്രമ ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കൊപ്പം പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ വേദി പങ്കിട്ടതിൽ BJPക്കുള്ളിൽ അമർഷം. BJP സംസ്ഥാന കമ്മിറ്റി പ്രമീളയിൽ നിന്നും വിശദീകരണം ചോദിക്കും. പ്രമീള ശശിധരനെതിരെ നടപടി വേണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം. പ്രമീളയുടെ പ്രവൃത്തി സ്ത്രീ വിരുദ്ധമെന്ന് നേതാക്കൾ പ്രതികരിച്ചു. പ്രമീള പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയെന്നും കോർ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നു. രാഹുലിനെതിരായ പരാതി കോൺഗ്രസിനെതിരായ തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമാക്കാനുള്ള നീക്കത്തിന് സംഭവം തിരിച്ചടിയാകുമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ പരാതി. കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും കാണാതായ സുരേഷ് ലാമയെ എത്രയും വേഗം കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം നിയോഗിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് നിർദ്ദേശം നൽകിയത്. DCP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥന്റെ കീഴിലായിരിക്കണം അന്വേഷണം. സുരേഷ് ലാമയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തിയേ മതിയാകൂ എന്നും മകൻ സന്തൻ ലാമ സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ ഹൈക്കോടതി ഉത്തരവിട്ടു. കുവൈറ്റിൽ നിന്നും ഡീപ്പോർട്ട് ചെയ്ത കർണാടക സ്വദേശിയായ സുരേഷ് ലാമ കൊച്ചി വിമാനത്താവളത്തിൽ വന്ന ശേഷം കാണാതാകുകയായിരുന്നു. മറവി രോഗമുള്ള സുരേഷ് ലാമ കുവൈറ്റിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നെന്നും രോഗാധിക്യത്തെ തുടർന്ന് വിസ പുതുക്കാത്ത സാഹചര്യത്തിലാണ് ഡീപ്പോർട്ട് ചെയ്തത് എന്നുമാണ് കരുതുന്നത്. ഇനി സ്പോർട്സ്. കടുത്ത അപ്പൻഡിസൈറ്റിസ് വേദനയുണ്ടായിട്ടും അത് വകവയ്ക്കാതെ സംസ്ഥാന സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച കോഴിക്കോട് സെന്റ് ജോസഫ് HSS പുല്ലൂരാമ്പാറയിലെ കായിക താരം ദേവാനന്ദ V ബിജുവിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വീട് വെച്ച് നൽകും. മന്ത്രി V ശിവൻകുട്ടി താരത്തെ നേരിൽ കണ്ട് അഭിനന്ദനം അറിയിച്ച വേളയിലായിരുന്നു ഈ പ്രഖ്യാപനം. 1 മാസം മുമ്പ് അപ്പൻഡിസൈറ്റിസ് സ്ഥിരീകരിച്ചിട്ടും ശസ്ത്രക്രിയ മാറ്റിവെച്ച് കടുത്ത വേദന സഹിച്ച് മത്സരത്തിൽ പങ്കെടുത്ത് റെക്കോർഡ് നേട്ടം കൈവരിച്ചത് ദേവാനന്ദയുടെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമാണ്. ജൂനിയർ പെൺകുട്ടികളുടെ 200 മീറ്റർ ഓട്ടത്തിൽ 24.96 സെക്കൻഡിൽ ഫിനിഷ് ചെയ്താണ് ദേവാനന്ദ പുതിയ മീറ്റ് റെക്കോർഡ് സ്ഥാപിച്ചത്. 2017 ആൻസി സോജൻ സ്ഥാപിച്ച 25.13 എന്ന റെക്കോർഡാണ് ഈ +2 വിദ്യാർത്ഥിനി തിരുത്തി എഴുതിയത്. 100 മീറ്റർ ഓട്ടത്തിലും ദേവാനന്ദ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. ബാർബറായ അച്ഛൻ ബിജുവിനും തൊഴിലുറപ്പ് തൊഴിലാളിയായ അമ്മ വിജിതയ്ക്കൊപ്പം താമസിക്കുന്ന ദേവാനന്ദയുടെ കുടുംബ സാഹചര്യം മനസ്സിലാക്കിയ മന്ത്രി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കേരള സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിനെ വീട് നിർമ്മിക്കുന്നതിന് ചുമതലപ്പെടുത്തി. ദേവാനന്ദയ്ക്ക് മറ്റെല്ലാ പിന്തുണയും മന്ത്രി വാഗ്ദാനം ചെയ്തു. അപ്രപാളികളിൽ ആവേശമുണർത്താൻ അച്ചൂട്ടി വീണ്ടും വരികയാണ്. 4K ദൃശ്യവിരുന്നൊരുക്കി അമരം നവംബർ 7 മുതൽ കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്നാണ് പ്രവർത്തകരുടെ ഉറപ്പ്. മമ്മൂട്ടിയും അശോകനും മുരളിയും മാധുവും മത്സരിച്ചഭിനയിച്ച ചിത്രമാണ് അമരം. മമ്മൂട്ടി എന്ന നടന വിസ്മയത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ 10 കഥാപാത്രങ്ങളിൽ ഒന്നാണ് അമരത്തിലെ അച്ചൂട്ടി. 33 വർഷങ്ങൾക്ക് ശേഷം അച്ചൂട്ടിയും അച്ചൂട്ടിയുടെ മുത്തും വീണ്ടും തിയേറ്ററിലേക്ക് വരും. 4K മികവിൽ മികച്ച ദൃശ്യവിരുന്നോടെ നവംബർ 7 റിലീസ്. മമ്മൂട്ടി എന്ന നടന്റെ അഭിനയ ജീവിതത്തിലെ നാഴികക്കല്ലായിരുന്നു അമരം. മലയാളത്തിലെ ക്ലാസിക് ചിത്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ചിത്രം. ചെമ്മീന് ശേഷം കടലിന്റെ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞു നോക്കിയ ഒരു മനോഹര ചിത്രം. ലോഹിതദാസിന്റെ തിരക്കഥയിൽ മലയാളത്തിന്റെ മാസ്റ്റർ ക്രാഫ്റ്റ്മാനായിരുന്ന ഭരതനൊരുക്കിയ ചിത്രം. വിഖ്യാത ഛായാഗ്രാഹകൻ മധു അമ്പാട്ടിന്റെ ക്യാമറ കണ്ണിലൂടെ മലയാളികൾ കണ്ട ദൃശ്യകാവ്യം. ബാബു തിരുവല്ലിയാണ് മലയാളികൾക്ക് എക്കാലം ഓർമ്മിക്കാവുന്ന ഈ ക്ലാസിക് ചിത്രത്തിന്റെ നിർമ്മാതാവ്. കടൽ തിരകൾ പോലെ വെണ്ണുര നിറയുന്ന ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും അമരം എന്ന ഭരതൻ ചിത്രത്തെ അവിസ്മരണീയമാക്കുന്നു. രവീന്ദ്രൻ സംഗീതത്തിന്റെ മാസ്പരഭാവങ്ങളാണ് ചിത്രത്തിലെ ഗാനങ്ങളിലെങ്കിൽ ജോൺസൺ മാഷിന്റെ പശ്ചാത്തല സംഗീതവും കൈതപ്പത്തിന്റെ വരികളും അമരം കാണുന്നവരെ വീണ്ടും
ആ തീരത്തേക്ക് കൊണ്ടുപോകും. അമരം ഗാനങ്ങളിലെ വരികളിൽ നിറഞ്ഞു നിൽക്കുന്ന പിതൃവാത്സല്യവും വികാര നൗകയും കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ അനുഗ്രഹീത കാവ്യഭാവനയുടെ സർഗ സംഭാവനകളാണ്. ചിത്രം കേരളത്തിലെ തിയേറ്ററിൽ വീണ്ടും എത്തിക്കുന്നത് ഫിയോക്കാണ്. ഓവർസീസിൽ വിതരണം ഏറ്റെടുത്തിരിക്കുന്നത് സൈബർ സിസ്റ്റംസ് ആണ്. മഞ്ജു ഗോപിനാഥാണ് 4K മികവിൽ മികച്ച ദൃശ്യവിരുന്നോടെ എത്തുന്ന അമരത്തിന്റെ PR. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കെയർ സ്റ്റാമറെയും ലേബർ സർക്കാരിനെയും തിരുത്തുവാനും പാർട്ടിക്ക് കൂടുതൽ വിധേയരാക്കാനും നീക്കങ്ങളുമായി ലേബറിന്റെ പുതിയ ഡെപ്യൂട്ടി നേതാവ് ലൂസി പവൽ. മെയ് മാസം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോരാടുമ്പോൾ സർക്കാർ പാർട്ടി അംഗങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കണമെന്നും ലൂസി പവൽ. സമ്മർ ടൈം അവസാനിപ്പിച്ച് വിന്റർ ടൈമിന് തുടക്കമായതോടെ പുലർച്ചെ മുതൽ 1 മണിക്കൂർ പിന്നോട്ടായി UK-യിലെയും യൂറോപ്പിലെയും സമയക്രമം. ഇതോടെ ഇന്ത്യയും UK-യും തമ്മിലുള്ള സമയവ്യത്യാസം 5.5 മണിക്കൂറായി വർദ്ധിച്ചു. കാനഡയുടെ താരിഫ് വിരുദ്ധ പരസ്യത്തിന് പ്രതികാരമായി കാനഡയ്ക്ക് മേലുള്ള US താരിഫ് 10% വർദ്ധിപ്പിച്ച് ഡൊണാൾഡ് ട്രംപ്. താൻ US രാഷ്ട്രീയത്തിൽ നിന്നും വിരമിച്ചിട്ടില്ലെന്നും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരിക്കൽ കൂടി മത്സരിക്കുന്ന കാര്യം ആലോചിക്കുകയാണെന്നും കമല ഹാരിസ്. വൈറ്റ് ഹൗസിൽ അധികാരത്തിൽ ഒരു സ്ത്രീ ഉണ്ടാകുമെന്ന് തനിക്ക് ഉറപ്പാണെന്നും കമല ഹാരിസ്. അയർലൻഡിന്റെ പുതിയ പ്രസിഡന്റായി സ്വന്തം സ്ഥാനാർത്ഥിയായ കാതറിൻ കൊണോളി തിരഞ്ഞെടുക്കപ്പെട്ടു. എതിരാളിയായ ഭരണകക്ഷി സ്ഥാനാർത്ഥി ആകെ നേടിയ വോട്ടുകളുടെ ഇരട്ടിയിലധികമാണ് കാതറിൻ കൊണോളി നേടിയത്. US-ഉം ചൈനയും തമ്മിലുള്ള വാണിജ്യ സംഘർഷം വഷളാകുന്നത് തടയാനും ട്രംപും ഷീ ജിൻപിങ്ങും കൂടിക്കാഴ്ച നടത്താൻ വഴിയൊരുക്കാൻ ലക്ഷ്യമിട്ട് മലേഷ്യയിൽ തകൃതിയായ ചർച്ചകൾ. ജാർഖണ്ഡിൽ സർക്കാർ ആശുപത്രിയിൽ നിന്നും രക്തം സ്വീകരിച്ച 5 കുട്ടികൾക്ക് HIV രോഗബാധ. ശബരിമലയിലെ വാതിൽപ്പാടുകളിൽ സ്വർണം പൂശിയത് താൻ സ്പോൺസർ ചെയ്തതെന്ന് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ മൊഴി. സ്പോൺസർഷിപ്പിന്റെ രേഖകൾ ദേവസ്വം ബോർഡ് നൽകിയതൊപ്പം സന്നിധാനത്തെത്തി ദേവസ്വം അംഗങ്ങളെ കണ്ട് ചർച്ച നടത്തിയതായും ഗോവർദ്ധന്റെ മൊഴി. അപ്പൻഡിസൈറ്റിസ് വേദന സഹിച്ച് സംസ്ഥാന സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച കോഴിക്കോട്ടെ കായിക താരം ദേവാനന്ദ V. ബിജുവിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വീട് വെച്ച് നൽകും. മന്ത്രി ശിവൻകുട്ടി താരത്തെ നേരിൽ കണ്ട അറിയിച്ചതാണ് ഇക്കാര്യം. കേരള സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിനെ വീട് നിർമ്മിക്കാനായി ചുമതലപ്പെടുത്തി. അപ്രപാളികളിൽ ആവേശം നടത്താൻ അച്ചൂട്ടി വീണ്ടും എത്തുന്നു. 33 വർഷം ശേഷം 4K ദൃശ്യവിരുന്നുമായി അമരം നവംബർ 7 കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.